യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അതൊരു വീഡിയോ ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ബൈക്ക് എടുക്കാനുള്ള റീസണും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊരു ബോയ്സിൻ്റെയും ഫസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്ന സാധനം കാറല്ലെങ്കിൽ കാറിനോടും ബൈക്കിനോടുമാണ് അല്ലേ. നമുക്കൊരു പ്രത്യേക ഒരു ഇൻറ്റിമസിയൊക്കെ തോന്നുന്ന കാറും ബൈക്കുമാണ്. അതെല്ലാ ആൺപിള്ളേർക്കും അങ്ങനെയാണ്. അപ്പം നമുക്കും ചെറുപ്പത്തിൽ ബൈക്ക് എടുക്കണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സാമ്പത്തികവും കാര്യങ്ങളൊക്കെ അതിനനുവദിക്കാത്തതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ എനിക്കൊന്ന് ഒമ്പതാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലാണ് ഒരു സൈക്കിൾ വാങ്ങുന്നത്. സെക്കൻഡ് കേട്ടോ, പുതിയൊന്നല്ല, സെക്കൻഡ് സൈക്കിൾ അച്ഛൻ വാങ്ങുന്നത്. അപ്പോൾ അതിലാണ് സ്കൂളിൽ പോകുന്നതൊക്കെ. അപ്പോൾ അന്ന് നമ്മൾ സൈക്കിളിൻ്റെ വീലിൽ മുത്തിടുക, പിന്നെ എന്തോ ഒരു ഫ്രണ്ടിൽ എന്താ പറയുക, അതിന് പേരൊന്നും എനിക്കറിഞ്ഞില്ല, അങ്ങനെ സാധനങ്ങളെ സെറ്റ് ചെയ്യുക. ഒരു അന്നത്തെ മോഡിഫിക്കേഷൻ, സൈക്കിൾ മോഡിഫിക്കേഷൻ, അതൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹൈസ്കൂൾ കഴിഞ്ഞു, +2 കഴിഞ്ഞു. പിന്നെ അനിമേഷൻ കോഴ്സിനൊക്കെ ചേർന്നു. ആ സമയത്താണ് ലൈസൻസൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ പണ്ട് ബൈക്ക് ഓടിച്ചൊരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കസിൻ്റെ വണ്ടിയുണ്ട്, അത് ക്രക്സസ് ആണ്. അത് അവരുടെ വീടിൻ്റെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പഠിച്ചാൽ ബൈക്ക് ഓടിക്കാൻ നമുക്ക് അറിയത്തില്ല. ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കാണ് ഫ്രണ്ട്സ് ഇവരൊക്കെ ഉണ്ട്, പക്ഷേ അവർ ചോദിക്കാൻ ഒരു മടി കൊണ്ട് ഓടിച്ചില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അഖിൽ, അവനാണ് ആദ്യമായിട്ട്, അവൻ്റെ ഒരു സ്പ്ലെൻഡറിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ പഠിക്കുന്നത് ജസ്റ്റ്. അപ്പം ഗിയർ ഇടുക, ഈ ബൈക്ക് ഓടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഗിയറിങ്ങിനെ കുറിച്ച് പ്രോപ്പറായിട്ട് അറിയാമെന്നുള്ളത്. അപ്പം അങ്ങനെ സ്പ്ലെൻഡർ ഓടിച്ചു. വലിയ കുഴപ്പമില്ലാതെ കുറച്ച് പേര് ഓടിച്ചു. അപ്പം പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഓടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബൈക്ക് ഓടിച്ചിട്ടേ ഇല്ല. പിന്നെ ഓടിക്കുന്നത് വെച്ചാൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കണക്ഷൻ വിട്ടു പോവുക. ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്പ്ലെൻഡറല്ല, പാഷൻ പ്ലസ് ഉണ്ട്, അതിൽ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പാമ്പാടിയും പോയി. പിന്നെ ഇവിടെ നെടുങ്കണ്ടല്ല, പത്തനാപുരം, അങ്ങനെ പത്തനാപുരമൊക്കെ പോയി. എന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കോട്ടയം ലോഗോസിൻ്റെ അവിടെ വെച്ച് വണ്ടി ഓഫായിപ്പോയി. അപ്പോൾ ഇതില്ല, കിക്കർ മാത്രമേ ഉള്ളൂ, സെൽഫില്ല ഈ സാധനത്തിന്. എൻ്റെ ദൈവമേ, നമുക്ക് ടെൻഷൻ അടിച്ച് കിക്കർ അടിച്ച് വണ്ടി ഓഫായി പോയി, അത് ഓണാവുന്നുമില്ല. അപ്പോൾ ട്രാഫിക് പോലീസുകാർ ആ ചേച്ചി ഇങ്ങനെ വണ്ടി എടുക്കും അങ്ങനെ പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി. ടെൻഷൻ അടിച്ച് എങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയി. അതാണ് അങ്ങനെ. പിന്നെ കുറച്ച് എനിക്കൊന്നൊരു 2019 ആ സമയത്ത്, അപ്പോൾ കുറച്ച് എമൗണ്ട് ഒക്കെ വന്നപ്പം ഓക്കെ, ഒരു ബൈക്ക് എടുത്താലോ. അപ്പം ബൈക്കിനുള്ള എമൗണ്ട് ഇല്ല. അപ്പോൾ സ്കൂട്ടർ എടുക്കുവാണെങ്കിൽ വീട്ടിൽ അച്ഛന് യൂസ് ചെയ്യാൻ എനിക്ക് വീട്ടാവശ്യത്തിന് എപ്പോഴും നല്ലത് എനിക്ക് തോന്നുന്നത് സ്കൂട്ടറാണ് ബൈക്കിനേക്കാളും. അപ്പോൾ അങ്ങനെ സ്കൂട്ടർ എടുക്കാൻ തീരുമാനിച്ചു. സ്കൂട്ടർ എടുക്കാന്നുള്ളത് കുറേ ഓപ്ഷൻസ്, നമ്മൾ ഡിയോ ആണ് നോക്കി. ആ സമയത്ത് ഡിയോ ആണ് ട്രെൻഡിങ് ആയിരുന്നത്. ഡിയോ അല്ലെ ജൂപ്പിറ്റർ കൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ യമഹയുടെ റേയോ, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അനന്തു പറഞ്ഞ് ഹോണ്ടയുടെ ഗ്രാസിയ എന്നൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗ്രാസിയോ അങ്ങനെ കേട്ടില്ലേ നമ്മൾ? അപ്പോൾ നെറ്റിലൊക്കെ കയറി നോക്കി ഗ്രാസിയ. അപ്പോൾ നമ്മുടെ ഡിയോയുടെ 125cc ആണ്, പുതിയ വണ്ടിയാണ്, അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. ഓക്കെ, അതെടുക്കാമെന്ന് കരുതി. അപ്പോൾ ആ സമയത്ത് നമുക്ക് വണ്ടിയെക്കുറിച്ചൊരു ഐഡിയ ഇല്ല, വണ്ടി എങ്ങനെ പോയി നോക്കണം, വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പം ഞാൻ അച്ഛനും കൂട്ടി നേരെ ഏറ്റുമാനൂർ എന്തോ പുരക്കൽ ഹോണ്ടായിരുന്നു, ഏറ്റുമാനൂർ അവിടെ പോയി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഇതിന് 84 രൂപയാണ്. 2019 പ്രൈസ് വരുന്നത് 84,000 രൂപയാണ്. അപ്പം ആകെ നമ്മുടെ കയ്യിൽ ഒരു 60 രൂപ സംതിങ്ങേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി എമൗണ്ട് നമ്മൾ 2-3 സ്ഥലത്തുനിന്ന് കടം വാങ്ങി വണ്ടി എടുത്തു. അപ്പം വണ്ടി ബുക്ക് ചെയ്തു. ഒരു മാസം എടുത്തു. ഒരു മാസം എടുത്തില്ല, 1 മാസം സംതിങ് എടുത്തു വണ്ടി കിട്ടാൻ വേണ്ടി.
അങ്ങനെ പോയി നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, അതായിട്ട് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയൊരു വണ്ടി. അത് പിന്നെ വേറെ കാര്യമാണ്, നമ്മൾ ആദ്യം ഫസ്റ്റ് ലവും നമ്മുടെ ഫസ്റ്റ് വണ്ടിയോട് നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഉണ്ടാകുന്നല്ല, എല്ലാവർക്കും ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫസ്റ്റ് ലവും നമ്മുടെ ഫസ്റ്റ് വണ്ടി അത്രയ്ക്കൊരു ക്ലോസ് ടു ഹാർട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ സ്കൂട്ടർ എടുത്തിട്ട് ഇല്ലിക്കക്കല്ല് വരെ പോയി. ഈ ഒരു സ്ഥലം എനിക്ക് മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊന്നാട്ടോ. ഇവിടെയാണ് ബൈക്കുമായിട്ട് ഞാൻ ആക്സിഡൻ്റ് ആയത്. അവിടുന്ന് ഒരു പെങ്കൊച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ സ്കൂട്ടർ എടുക്കും. ഞാൻ ഇവിടുന്ന് കുറേ ഹോൺ അടിച്ച് ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ ഒറ്റയിടി. ഇവിടെ ഇത് അത്യാവശ്യം നല്ല ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ സംഭവം. എന്നിട്ട് അത് കുറച്ച് സീനായി. വണ്ടിക്ക് ഒരു 16,000 രൂപയുടെ പണിയൊക്കെ ഉണ്ടായിരുന്നു. ആണ് ബൈക്കിൽ നിന്ന് അങ്ങനെ വീണത്. ഓക്കെ, അത് പിന്നെ പറയാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ സ്കൂട്ടറായിട്ട് ഇല്ലിക്കല്ല് പോയി. ഞാനുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഇല്ലിക്കല്ലൊക്കെ പോയി. പിന്നെ ആ സമയത്ത് തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയത്താണ്. നമുക്ക് സ്കൂട്ടറിന് തൃശ്ശൂർ വരെ പോകണമെന്നുണ്ട്, പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു മടി. അപ്പം ആരെയും കൂടെ അപ്പം എൻ്റെ ഫ്രണ്ട് രാഹുലുണ്ട്, അവനപ്പം MT എടുത്താണ്. അപ്പോൾ അവൻ MTക്കൊക്കെ തൃശ്ശൂർ പോകാറുള്ള പോയും വരവൊക്കെ ചെയ്യുന്നതാണ്, കോട്ടയം ടു തൃശ്ശൂർ പോകാറുള്ള. അപ്പം ഞാൻ നേരെ ഇവനോട് പറഞ്ഞു, എടാ എന്നോട് വരാമോ, ഒരു ദിവസം ബൈക്കോട് വെച്ചിട്ട് നമുക്ക് സ്കൂട്ടറിന് പോരാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ബൈക്ക് ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്, അപ്പോൾ ഇല്ലെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ഇവൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും വണ്ടി ഓടിച്ച് പോകുന്നു. അങ്ങനെ തൃശ്ശൂർ പകുതി അവൻ ഓടിച്ചു, പകുതി ഞാനും ഓടിച്ചു. വേഗം പോയി ചേച്ചി. പകുതി അവനും ഓടിച്ചു, ബാക്കി ഞാനും ഓടിച്ചു. അങ്ങനെ ഒരു 2-3 തവണ പോയി കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി പോകാനുള്ളത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി. അങ്ങനെ 2 വർഷം കോട്ടയം ടു തൃശ്ശൂർ ഗ്രാസിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്കിത് പെട്രോൾ ഇപ്പോഴത്തെ ഒരു 100 രൂപയൊന്നും ഇല്ല, അതുകൊണ്ട് 10-300 രൂപയ്ക്കൊക്കെ അവിടം വരെ ചെല്ലാം. പിന്നെ സ്കൂട്ടർ ആയതുകൊണ്ട് ഒരു മടുപ്പെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഐഡിയലായിട്ട് ആക്സിലേറ്റർ മാത്രം കൊടുത്തിടണം. ബൈക്കാണെങ്കിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം, ക്ലച്ച്, അതെല്ലാം നമ്മൾ കുറച്ചുകൂടെ എൻഗേജ്ഡാണ് അങ്ങനെയുള്ളത്. പിന്നെ നമ്മൾ ഈ സീറ്റ് അത്ര ഒരു കംഫർട്ട് അല്ലാത്തതുകൊണ്ട് ഐസ് കട്ട ഇരിക്കുന്ന പോലെ ആയിരുന്നു. നമ്മുടെ നിതംബങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര മരച്ചിരിക്കും അവിടെ ചെല്ലുമ്പോൾ. അങ്ങനെ കുഴപ്പമില്ല ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വണ്ടിയിൽ അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ തൃശ്ശൂരിൽ നിന്ന് നേരെ കോട്ടയം വരുന്ന സമയത്ത് പെരുമ്പാവൂർ വെച്ച് ആക്സിഡൻ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരുമ്പാവൂർ നല്ല മിക്ക സിഗ്നൽ ഒരു സമയം ടൈം കഴിഞ്ഞാലായിരിക്കും ഇതാകുന്നത്. എന്താണ് ഓണാകുന്നത്, ലൈറ്റ്സൊക്കെ ഓണാകുന്നത്. അപ്പം ഞാൻ എല്ലാ വണ്ടി എടുക്കുന്നു, ഞാനും നേരെ ഫ്രണ്ടിലോട്ട് എടുക്കും, ഓപ്പോസിറ്റ്. അത് മറ്റേ മൂന്നാറൊക്കെ പോകുന്ന റൂട്ടാണ്. അങ്ങോട്ടുള്ള ആ ഒരു ഇതിലോട്ടുള്ള വണ്ടി, ഒരു കാറ് നേരെ വന്നു, ഇടിച്ച് ഞാൻ തെറിച്ച് നേരെ റോഡിൽ വീണു. എൻ്റെ ബാക്ക് ഇടിച്ചാണ് വീണത്. അപ്പം അന്ന് ഗ്ലൗ ഉണ്ടായിരുന്നു, പിന്നെ ജാക്കറ്റൊന്നും ഇല്ല. ഒരു നോർമൽ 100-150 രൂപയുടെ ഒരു ഗ്ലൗ ഉണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്തത്. ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൈ കുത്തിയ വലിയ സീനില്ലായിരുന്നു കൈക്ക്, പക്ഷെ നടുവിന് നല്ല പണി കിട്ടി. ടെയിൽ ബോൺ ഇടിച്ചാണ് വീണത്. ടെയിൽ ബോൺ അറിയാം, നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്നൊരു ഇതാണ്, ചെറിയൊരു ബോണാണ്. അതിടിച്ചാണ് വീണത്, നല്ല വീഴ്ചയാണ് വീണത്. അതിനുശേഷം ഞാൻ എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് വീട്ടിലെത്തി. പിന്നെ ഒരു മാസം കുഴിച്ചിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴും ഞാൻ എക്സ്റേ എടുത്ത് നോക്കിയപ്പം നമ്മുടെ ഒരു ബോണിന് ചെറിയൊരു ചെറുതായിട്ടൊരു ടിൽറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് അല്ലെ വീഡിയോയിൽ മനസ്സിലാവുമെന്ന് കരുതുന്നു, ഒരു സൈഡിലോട്ട് ചെറിയൊരു ചെരിവുണ്ട്. അത് ഞാൻ ഇരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ഞാൻ കുറേ തവണ നോക്കി. നമ്മൾ ഇരുന്ന് പിന്നെ സിസ്റ്റത്തെ ഇപ്പം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്താണ് പോലും ഒരു സൈഡിലോട്ട് ചെരിഞ്ഞിരിക്കുന്നത്. എനിക്ക് ആ ഒരു ബോൺസ് എന്തായാലും പ്രശ്നമായതാണെന്ന് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അത് കേസൊന്നും പോയില്ല. അത് പുള്ളിയുടെ നമ്പരൊക്കെ മേടിച്ച്, നമുക്ക് അറിയത്തില്ല അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ അന്ന് കേസിന് പോകുമായിരുന്നെങ്കിൽ, പക്ഷെ 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വണ്ടി എടുത്ത് ഞാൻ പോയി നേരെ ഇടിച്ചു. അങ്ങനെയാണ് ലൈഫിലെ ഫസ്റ്റ് ടൈം. പിന്നെ ആക്സിഡൻറ്റ് കഴിഞ്ഞ് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇതായി പോവും, എന്താ പറയുന്നത്, ബ്ലാങ്ക് ആയി പോവും.
മൊത്തം ബ്ലാക്ക് ഔട്ട് ആയിപ്പോട്ട് ഇങ്ങനെ കുറേ നേരം നിൽക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നല്ല ഇങ്ങനെ കുറേ നേരം നിന്ന്. പിന്നെ ആ ട്രാഫിക്കിലായതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് വേറെ വണ്ടികളൊന്നും വന്നില്ല. അതെന്തോ ഭാഗ്യം. എന്തോ ഭംഗിയുണ്ട്. സീബ്ര ക്രോസ് ഉണ്ടെങ്കിലും ആൾക്കാർ അത് കഴിഞ്ഞ് ഒരു 100 മീറ്റർ അല്ലെ 10 മീറ്റർ മാറിയുള്ളൂ. എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഈ സീബ്ര ക്രോസ് എന്ന് പറഞ്ഞാൽ ഈ മിച്ചം വരുന്ന പെയിൻറ്റ് വല്ല അടിച്ചു വെച്ചാണോ, അങ്ങനെയാണ് ആൾക്കാരുടെ വിചാരം. എനിക്കറിയത്തില്ല. അതേപോലെ ഇത് നമുക്കൊരു പബ്ലിക് ഒരു ഈ റോഡ് മാനേഴ്സ് അല്ലെങ്കിൽ ഈ റൂൾസും കാര്യങ്ങളും കുറച്ചൊരു അവയർനെസ് കൊടുക്കുന്ന ഭയങ്കര ഒരു നല്ല കാര്യം ഇതേ വരുന്ന എനിക്ക്. എൻ്റെ പൊന്നോ, ജസ്റ്റ് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ബൈക്കോ കാർ ഓടിക്കുന്ന സമയത്ത് ചീത്ത വിളിക്കാതെ ഒരു 100-150 കിലോമീറ്ററിൽ ഓടിക്കാൻ പറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് ജസ്റ്റ് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ചീത്ത വിളിച്ച് പോകും. അങ്ങനെയാണ് ഓരോരുത്തർ വാഹനം ഓടിച്ചുകൊണ്ട് വരുന്നത്. എൻ്റെ പൊന്നോ, കാരണം വെച്ചാൽ ഒരിക്കലും നമ്മൾ ബൈക്കാണ് ഏറ്റവും ഇപ്പം നമ്മൾ അല്ലെങ്കിൽ കുറച്ച് വലിയ ബിഗ് ബൈക്ക് എടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബൈക്കൊക്കെ പോയാൽ KSRTC പ്രത്യേകിച്ച് KSRTCക്ക് ഒന്നും നമ്മളൊന്നും വില പോലും ഇല്ല. കാറിലൊക്കെ ഡാഷ് ക്യാം ഉള്ള പോലെ നമുക്ക് ബൈക്കിനകത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പം നമ്മുടെ അൾട്രാവയലറ്റിൻ്റെ ടെസറാറ്റിനകത്ത് ഇതുണ്ടല്ലോ, ക്യാമറ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഫ്യൂച്ചറിൽ എല്ലാ ബൈക്കിലും സ്കൂട്ടറിനകത്തും ഒരു ക്യാമറ ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുവാണെങ്കിൽ നല്ലതാണ്. ഇൻബിൽറ്റ് വരുവാണെങ്കിൽ നല്ല കാര്യമാണ്. ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം എനിക്കൊന്ന് ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ ബൈക്കിനും വരുവാണെന്നല്ല. നമ്മൾ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാലും MVD പിടിക്കും. നമ്മുടെ സേഫ്റ്റിക്ക് പിന്നെ എന്തോ ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഇൻഡിക്കേറ്റർ കുറേ പേര് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യത്തില്ല, പിന്നെ ഇൻഡിക്കേറ്റർ ഇടത്തുമില്ല. കാരണം നമുക്ക് ഇൻഡിക്കേറ്റർ എന്നുള്ള സാധനം നമുക്ക് നമ്മുടെ ബാക്കിൽ വരുന്ന വണ്ടിക്ക് അറിയാൻ വേണ്ടിയില്ല എങ്ങോട്ടാണ് നമ്മൾ തിരിയാന്നുള്ളത്. തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലും ഉണ്ടാകുന്നത് കെയർലെസ്നെസ് കൊണ്ട് മാത്രമാണ്. ഒരു ഔട്ട് ഓഫ് 100 എടുത്തു കഴിഞ്ഞാൽ ഒരു 60-70% കെയർലെസ്നെസ് കൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ളതാണ് ഓവർ സ്പീഡും കാര്യങ്ങളും. പിന്നെ നമ്മുടെ റോഡ് കണ്ടീഷൻ അറിയാമല്ലോ. ഞാനിപ്പോൾ ഈ ഒരു മോജോ കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും എടുക്കുന്ന ഒരു ADV ആയിരിക്കും. കാരണം നമ്മുടെ റോഡിന് ഏറ്റവും ബെറ്റർ ADV ആണ് ഞാൻ നോക്കിയിട്ട്. ഇത് എൻ്റെ തന്നെ ഫോർക്ക് ബെൻഡ് ആയിട്ടുണ്ട്, ഒരു കുഴിച്ചാണ്. നമ്മൾ ആരോട് പോയി പറയും? അതെവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ സൂവിൻ്റെ ഫ്രണ്ട് വലിയൊരു കുഴിയുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വരുന്ന രാവിലെ 4-5 മണി ടൈമിലാണ് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നത്, തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്നത്. രാവിലെ എങ്ങനെ കുഴി കാണാനാ? അതേ കുഴിക്കകത്ത് വെള്ളം നമ്മൾ ഈ എന്തെങ്കിലും ഈ ഇലുമിനേറ്റ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും സാധനം ഇടണം. ഇപ്പം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ റൂട്ട് അതൊരു മൂവാറ്റുപുഴ ടു പെരുമ്പാവൂർ കുഴിയുടെ ബഹളമാണ്. നമ്മൾ ബൈക്ക് ഓടിക്കാൻ 8 എടുത്താൽ പഠിച്ചാൽ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എങ്ങനെ പോലും മാക്സിമം കുഴി ചാടാതെ പിടിച്ചാൽ എങ്ങനെയും കുഴി പോയി ചാടും. പിന്നെ കാറുകാർ തോന്നുന്നു ഇവർ ആ കുഴി കവറപ്പ് ചെയ്തങ്ങ് പോകും, നമ്മൾ കാണത്തില്ല. അങ്ങനെ സീനുണ്ട്. ആക്സിഡൻറ്റ് ശേഷം എനിക്ക് ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ഒരുപാട് നേരം സീറ്റിലൊന്നും ഒരു സിസ്റ്റത്തിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. കുറേ നേരം ഇരുന്ന് കഴിയുമ്പം നമുക്ക് ആ ഒരു ടെയിൽ ബോൺ ഏരിയ ഭയങ്കര പ്രഷറായിട്ട് നമുക്ക് കുറച്ച് സീനാണ്. അങ്ങനെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ബസ് യാത്ര ഞാൻ മാക്സിമം ഒരു 2 മണിക്കൂറിൽ കൂടുതലൊന്നും ബസ് യാത്ര 1-2 മണിക്കൂർ ലുലു വരെയൊക്കെ തൃശ്ശൂർ ടു ലുലു വരെയൊക്കെ പോകുള്ളൂ. അങ്ങനെയായിരുന്നു യാത്ര. പിന്നെ ബൈക്ക് എടുക്കുന്ന കാര്യം. അപ്പോൾ ബൈക്ക് എടുക്കാൻ നമുക്ക് കുറച്ചൊരു എമൗണ്ട് സെറ്റായപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഏതൊക്കെ ബൈക്ക് എന്നുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ബുള്ളറ്റ് ഏലം എടുക്കുന്നില്ല, അതില്ല, അതിന് താല്പര്യമില്ല. ബുള്ളറ്റ് ഇതിലോട്ട് റോയൽ എൻഫീൽഡിലോട്ട് പോകുന്നില്ല. അപ്പോൾ ആ സമയത്ത് 2020 സംതിങ്ങാണ്. പിന്നെ ഉള്ളത് ഡോമിനാർ. എനിക്ക് പേടിയാണ്, കാരണം 400 cc ആണ് വണ്ടി. നമുക്ക് ഓടിക്കുന്ന അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പം ഡോമിനാർ വേണ്ട. പിന്നെ വണ്ടി ഇങ്ങനെ ലിസ്റ്റ് വന്നപ്പോഴാണ് നമ്മുടെ സ്ട്രെല്ലാസിൻ്റെ മോജോയുടെ വീഡിയോ കാണാനിടയായി. അപ്പോൾ മോജോയെക്കുറിച്ച് പിന്നെ ഒരു റിസർച്ച് നടത്തി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോജോ. കൊള്ളാം. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ഏരിയയിലൊന്നും ആർക്കും ഇല്ലാത്തൊരു വണ്ടി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മോജോയിലോട്ട് പോയത്. അപ്പോൾ മോജോയുടെ കുറേ വീഡിയോസ് നമ്മുടെ സഞ്ജയ് എന്നൊരു ഫ്രണ്ട് എന്നല്ല, നമ്മുടെ മോജോ ഗ്രൂപ്പിലുള്ള മോജോ ട്രൈബിലുണ്ടായിരുന്ന പുള്ളിയാണ്. പുള്ളിയുടെ കുറേ വീഡിയോസ് കണ്ട് പുള്ളിയോട് ചോദിച്ചു. അതുപോലെ പുള്ളിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിച്ചു. അതുപോലെ KL ട്രാവലർ എന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളിക്ക് മോജോ ഉണ്ട്, പുള്ളിയോടും ചോദിച്ചു മോജോ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചു. പുള്ളിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ സ്ട്രെല്ലാഷാൻ്റെ കുറേ വീഡിയോസ് കണ്ടു. അപ്പോൾ എനിക്ക് ഈ ഒരു ആക്സിഡൻറ്റ് ശേഷം നമുക്കൊരു റൈഡിങ് കംഫർട്ടാണ് മെയിനായിട്ടുള്ളത്.
പിന്നെ എൻ്റെ ഒരു കൺസേൺ, നമുക്ക് ഇതിന് കാലെത്തുമോ, നിലത്ത് പ്ലാന്റഡ് ഫുഡ് ആണോ എന്നുള്ളത് സംഭവം ചെക്ക് ചെയ്യണം. അത് ടെസ്റ്റ് ഡ്രൈവ് കണക്കാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ എവിടെയൊക്കെയാണ് ഷോറൂം ഉള്ളത് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സ്റ്റെല്ലാസാൻ്റെ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടി. അപ്പം പിന്നെ സഞ്ജീവനം പറഞ്ഞാലും സർവീസ് സെൻറ്റേഴ്സ് കുറവാണ്, അതൊരു കൺസേൺ ആണ്, അത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ വീടിനടുത്തുള്ള സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് ആലുവയിലാണ്, എറണാകുളത്താണ്. പിന്നെ ഉള്ളത് ട്രിവാൻഡ്രം, കാലിക്കറ്റാണ്. അപ്പം നേരെ ഇവിടെ പോകാമെന്ന് കരുതി ആലുവയിൽ പോയി ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാര്യം വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു ഉണ്ട്, വണ്ടിയുണ്ട്, പോരാൻ പറഞ്ഞു. നേരെ ആലുവയിൽ ചെന്നു. അപ്പോൾ BS3 ഒരു ബ്ലൂ വണ്ടിയാണ് അവിടെ ഇരുന്നത്. BS3 ആണ് അവിടെ ഇരുന്നത്. ഓടിച്ച് നോക്കി, കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട് 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് പോയത്. ഓടിച്ച് നോക്കി. അപ്പോൾ അവനും ഓടിച്ചു, ഫ്രണ്ട് ജിതിൻ എന്ന് പറഞ്ഞാൽ അവനും വണ്ടി ഓടിച്ച് നോക്കി, അവനും ഇഷ്ടപ്പെട്ടു. കാരണം ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ജസ്റ്റ് ഒരു 1-2 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് വണ്ടി എടുക്കരുതെന്ന് ഷോറൂമുകാർ തന്നെ പറയുന്നുണ്ട്. എപ്പോഴും ഒരു 10-12 കിലോമീറ്റർ ഓടിച്ച് നോക്കുക, എന്നിട്ട് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഞാനൊരു 10 കിലോമീറ്റർ ഓടിച്ചില്ല, 5-6 കിലോമീറ്റർ ഓടിച്ച് നമ്മുടെ ആലുവ ടു അവിടെ കറങ്ങി തിരിഞ്ഞ് വന്നു. വണ്ടി ഇഷ്ടപ്പെട്ടു. 5000 രൂപ ബുക്ക് ചെയ്തു പോന്നു. യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ നോക്കിയപ്പം അവർ പറഞ്ഞ് നമ്മൾ പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വണ്ടി വന്നു കഴിയുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞിട്ട് അവർ വിളിച്ചു. ഞാൻ പോയി വണ്ടി ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ വലിയ കാര്യങ്ങൾ അറിയത്തില്ല, റസ്റ്റ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ നോക്കി ഒരു വണ്ടി എടുത്തു, സെലക്ട് ചെയ്തു, തിരിച്ചു പോന്നു. ഗിയർ ഭയങ്കര ടൈറ്റാണ്, അതുകൊണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് അത്ര ഇതല്ല. അപ്പോൾ കംഫർട്ടോടെ നോക്കിയപ്പം പിലിയൻ കംഫർട്ട് ആണെങ്കിലും നമ്മൾ ഓടിക്കുന്ന കംഫർട്ട് ആണെങ്കിലും ഇപ്പോൾ ഒരു കുറേ പേര് ചോദിച്ചാൽ ഒരു ദിവസം 500 കിലോമീറ്ററൊക്കെ അവർ ഓടിച്ചിട്ടുണ്ട്, ഒരു സീനും ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ കേട്ടപ്പോൾ ഒക്കെ സീനില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് 1.5 മാസം വെയിറ്റ് ചെയ്തു. വണ്ടി ഇതേപോലെ ചെന്നു, ഡെലിവറി ചെയ്തു. നമ്മുടെ എന്നാ പറയുക, ലൈഫിൽ ഭയങ്കര ഒരു സന്തോഷം നൽകുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ പോയത് വലിയൊരു കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബൈക്കൊരു 100 cc മേലെ വണ്ടി 100 cc ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 100 cc മാക്സിമം ഓടിച്ചു. അതൊരു 50 കിലോമീറ്റർ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഓടിച്ചു. അല്ലാതെ ഞാൻ ബൈക്ക് ഓടിച്ച് നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഈ ബൈക്ക് എടുക്കാൻ പോകണം, അതിന് എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. അപ്പം ഞാൻ സ്കൂട്ടറിലാണ് തൃശ്ശൂർ വന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നേരെ സ്കൂട്ടർ എടുത്ത് നേരെ ആലുവയിൽ ചെന്നു, വണ്ടി എടുത്തു, ഞാൻ ബൈക്ക് എടുത്തുണ്ടെങ്കിൽ പോകുന്നു. അപ്പം എങ്ങനെ ഗിയർ ഡൗൺ ചെയ്യണതൊന്നും ഒരു നോർമൽ ഐഡിയ ഉണ്ട്, അല്ലാതെ ഒരു ഐഡിയ അതിനെക്കുറിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് വരെ മാക്സിമം സ്പീഡ് 90 കിലോമീറ്റർ, അപ്പോൾ 85 വരെ ഞാൻ ഓടിച്ചു. വണ്ടി നല്ല സ്മൂത്തായത്, എടുത്ത സമയത്ത് നല്ല സ്മൂത്ത് ആയതുകൊണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയി. പിന്നെ ടോളുണ്ട്, ഇതെല്ലാം എവിടെയൊക്കെ സ്ലോ ഡൗൺ ചെയ്യണം, ഏത് ഗിയറിൽ ഡൗൺ ഇത് സ്ലോ ആക്കണം, ഇതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഓടിച്ചു പോകുന്നു. പിന്നെ ആ റൈഡിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. സത്യം പറഞ്ഞാൽ ആ പേടി മാറണം. നമ്മൾ ഓവറായിട്ട് കൺസേൺ ആക്കി നമ്മളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ സ്കൂട്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിങ്ങനെ പോകുന്നു. അങ്ങനെയാണ് വന്നത്. അപ്പം അതാണ് ഈ ബൈക്ക് എടുത്ത ഒരു കഥയെന്ന് പറയുന്നത്. കുറേ പോരായ്മകൾ പറഞ്ഞു. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇല്ല, ഇത് ഹാലജനാണ് ഹെഡ്ലൈറ്റ് വരുന്നത്, വെറ്റ് ക്ലച്ചാണ് വരുന്നത്, അങ്ങനെ കുറേ പോരായ്മകളുണ്ട്. അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിതുവരെ ഇത്ര നാൾ ഓടിച്ചിട്ട് എനിക്കത്രയും അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. ഐ എം ഹാപ്പി വിത്ത് ദിസ് വണ്ടി. പിന്നെ സർവീസ് സെൻറ്ററിൻ്റെ ഒരു പ്രശ്നമാണ് തോന്നിയിട്ടുള്ളത്, ഇത്ര ദൂരമാണ്. വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് വേറൊരു വീഡിയോ പറയാം. എല്ലാം ഒറ്റ വീഡിയോ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഇത്ര നേരം കേട്ട് നിന്ന് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. വണ്ടിയുടെ യൂസർ റിവ്യൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഫസ്റ്റ് വണ്ടി ഏതാണ്, നിങ്ങളുടെ ഡ്രീമായിട്ടുള്ള ഏത്, 2 വീലർ കേട്ടോ, കാറല്ല, കാർ എനിക്കും ഇല്ല, 2 വീലർ ആണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ.